ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ വീഡിയോ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ്. ബൈ. സൂര്യയുടെ കഷ്ടകാലം തീർന്നുവെന്ന് തോന്നുന്നു. കാരണം ഇന്ന് സൂര്യയുടെ പിറന്നാളാണ്. അദ്ദേഹത്തിൻ്റെ 50 വയസ്സിലേക്ക് കടന്നിരിക്കുന്നു. 50ാമത്തെ പിറന്നാളാണ് അദ്ദേഹത്തിൻ്റേത്. ആ പിറന്നാളിന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ കറുപ്പിൻ്റെ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. അപ്പോൾ കറുപ്പിൻ്റെ ടീസർ കണ്ടപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഒരു ബ്ലോക്ക് ബസ്റ്റർ മെറ്റീരിയൽ, ഒരു തിയേറ്റർ മെറ്റീരിയൽ, ഒരു വൈബ് മെറ്റീരിയൽ, അല്ലെങ്കിൽ ഫാൻസിന് വേണ്ടിയുള്ള ഒരു അടിപൊളി സംഭവമാണ് ഡയറക്ടർ RJ ബാലാജി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് പറയാം. ടീസർ കണ്ടിങ്ങനെ വൗ ഫാക്ടർ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറയാം. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം 4.4 മില്യൺ വ്യൂസും കടന്ന്, തമിഴ് ടീസർ 4.4 മില്യൺ വ്യൂസും കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തെലുങ്ക് ടീസറെല്ലാം ഉണ്ട്. തമിഴ് ടീസർ മാത്രം 4.4 മില്യൺ വ്യൂസും കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. കറുപ്പ് ഏതായാലും അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ആഘോഷിക്കാനുള്ളൊരു സംഭവമായി എന്നാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സിനിമകൾ, പ്രത്യേകിച്ച് ഒരു മാസ് കൊമേഴ്ഷ്യൽ സിനിമകൾക്കെല്ലാം തമിഴ് സിനിമയിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വളരെയേറെ വരവേൽപ്പ് ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് വില്ലേജ് ടൈപ്പ് സിനിമകൾ, പ്രത്യേകിച്ച് മാസ്സായിട്ടുള്ള വില്ലേജ് സിനിമകളൊക്കെ അവിടെ വലിയ വിജയമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യയ്ക്ക് ഈ ഒരു ചിത്രം കമ്പാക്ക് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വേലയ്ക്കാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇതേ ഗെറ്റപ്പിൽ വേല സിനിമയൊക്കെ അദ്ദേഹം ചെയ്തായിരുന്നു 2007 പുറത്തിറങ്ങിയ. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒരുപാട് റെഫറൻസുകൾ കാണുവാൻ സാധിച്ചു. ഗജനിയിലെ ആ തണ്ണിമത്തം പിടിച്ചുകൊണ്ടുള്ള റെഫറൻസ്, അതോടൊപ്പം ഭാഷാ റെഫറൻസ് ഒക്കെ കാണുവാൻ സാധിച്ചു. എനിക്ക് ഇനി വേറൊരു പേരുണ്ട്, അല്ല എൻ്റെ പേര് ശരവണൻ, എനിക്ക് വേറൊരു പേരുണ്ടെന്ന് പറയുന്ന ആ ഒരു സീന്. അതായത് ശരവണൻ എന്നത് സൂര്യയുടെ യഥാർത്ഥ പേര് തന്നെയാണ്. ആ പേര് തന്നെയാണെന്ന് തോന്നുന്നു സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം വക്കീലായിട്ടൊരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം പക്ക മാസ്സായിട്ടൊരു ക്യാരക്ടറും കാണിക്കുന്നുണ്ട്. അടിപൊളി ഡയലോഗ്സും കാര്യങ്ങളൊക്കെയാണ്. ഡാഡി ഈസ് ഹോം എന്ന് പറയുന്നതും, നമ്മ ടൈം ദാ, സമ്മ അടിക്ക് പുറയെന്നൊക്കെ പറയുന്നതൊക്കെ പക്ക അടിപൊളിയായിട്ടുണ്ടെന്നാണ്, അടിപൊളി മാസ് സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഏതായാലും RJ ബാലാജി ഒരു സൂര്യ ഫാനാണെന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം പക്കയായിട്ടൊരു സൂര്യ ഫാൻ ബോയ് എന്ന നിലയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഫാൻ ബോയ് സിനിമകളുടെ ഒരു കാലഘട്ടമാണല്ലോ. അജിത്തിന് ഗുഡ് ബാഡ് അഗ്ലി, കമലഹാസന് വിക്രം, അങ്ങനെ ആ ഒരു ലെവലിലേക്ക് സൂര്യയുടെ ഒരു പടവുമായി, അല്ലെങ്കിൽ ഒരു ഫാൻസുകൾക്ക് അർമാദിക്കാനായിട്ടൊരു പടമായിട്ടാണ് ഈ തവണ സൂര്യ എത്തിയിരിക്കുന്നത്. അടിപൊളി ടീസറായിട്ടാണ്, ഒരു പക്ക ബ്ലോക്ക് ബസ്റ്റർ തിയേറ്ററിൽ ആഘോഷിക്കാൻ പറ്റിയൊരു സിനിമ. കാരണം തിയേറ്റർ ഹിറ്റ് കിട്ടിയിട്ട് അദ്ദേഹത്തിന് കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് തിയേറ്ററിൽ ഹിറ്റ് ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം കൂടെ ചേർത്തൊരു മാസ് മസാല പടമായിട്ടാണ് ഈ പ്രാവശ്യം സൂര്യ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇന്ദവാട്ടി മിസ്സാകാതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ക തിയേറ്റർ വൈബ് മാസ് മെറ്റീരിയലായിട്ടാണ് അദ്ദേഹത്തിന് 50ാമത്തെ പിറന്നാളിൻ്റെ അന്ന് ഈ ടീസർ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. അതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് സായിയാണ്. ഏതായാലും നല്ലൊരു പ്രോമിസിങ് മ്യൂസിക് ഡയറക്ടറെ കിട്ടിയെന്ന് തോന്നുന്നു തമിഴ് സിനിമയ്ക്ക് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൻ്റെ സോങ്സൊക്കെ ഇനി വരുമ്പോൾ നമുക്കിത് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏതായാലും കമ്പായ്ക്ക് ലോഡിങ് ആണെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പായ്ക്ക് സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട്, ഒരു ബ്ലോക്ക് ബസ്റ്റർ മാസീവ് കമ്പായ്ക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.